Welcome back to our Plus 2 English class. Today, let's learn the next lesson, Matchbox by Ashapurna Debi. Matchbox is a simple story written by Ashapurna Debi, a Bengali writer. Bengali writer Ashapurna Debi ഒരു ഷോർട്ട് സ്റ്റോറിയാണ് Matchbox. അപ്പോൾ ഈ ഫസ്റ്റ് ലെസൺ or the first unit that emphasizes women empowerment. Women empowerment ആണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ ഫസ്റ്റ് യൂണിറ്റിലെ എല്ലാ ലെസൺസും എംഫസൈസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ലെസൺ the 3 L's of empowerment അത് നിങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ സെക്കൻഡ് ലെസൺ എനി വുമൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ എനി വുമൺ ആ പോയമിലെ അപ്രീസിയേഷൻ നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയർ നമ്മുടെ അപ്രീസിയേഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിന് അൺനോൺ പോയിന്റ് തന്നതിന് ശേഷം അപ്രീസിയേഷൻ എഴുതാനായിരുന്നു ആ ക്വസ്റ്റ്യൻ. എന്നാൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ബട്ട് ദാറ്റ് വിൽ ബി ടു കമ്പയർ വിത്ത് അനദർ പോയിന്റ്. നിങ്ങൾക്കൊരു അൺനോൺ പോയിന്റ് തന്നതിന് ശേഷം നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ പഠിച്ച പോയം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആ പോയം നന്നായി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് വളരെ ഈസിയായി വളരെ ഫാസ്റ്റായി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സൗണ്ട് കുറവാണോ? സൗണ്ട് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? സൗണ്ട് കേൾക്കുന്നില്ല? ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നില്ല? ഓക്കെ, കേൾക്കാം. ശരി. അപ്പോൾ ഞാൻ ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. ഞാൻ പറഞ്ഞത് എനി വുമൺ ആ പോയമിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഒരു അൺനോൺ പോയം തന്നതിന് ശേഷം ഈ പഠിച്ച ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യാനായിരിക്കും. അപ്പോൾ പഠിച്ച പോയം എനി വുമൺ പഠിച്ചു വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് എഴുതാം. 8 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻ. കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ പഠിച്ച പോയമിൻ്റെ അപ്രീസിയേഷൻ എഴുതുന്നതിന് 4 മാർക്സും തന്നിരിക്കുന്ന പോയമിൻ്റെ അപ്രീസിയേഷൻ, അതായത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നതിനാണ് 8 മാർക്സ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സമയമുള്ളതുകൊണ്ട് ആ അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിന്ന് ഈ മാച്ച് ബോക്സ് പഠിക്കാം. മാച്ച് ബോക്സ് ഈസ് എ സിമ്പിൾ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ Ashapurna Debi, എ ബംഗാളി റൈറ്റർ. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മാച്ച് ബോക്സ് തീപ്പെട്ടി അല്ലേ. അപ്പോൾ ഒരു തീപ്പെട്ടിയുടെ ഒരു സ്റ്റോറി എന്ന് പറയും, പക്ഷേ തീപ്പെട്ടിയുടെ സ്റ്റോറി അല്ല. ഇൻ ദിസ് സ്റ്റോറി ദ റൈറ്റർ Ashapurna Debi കമ്പയേഴ്സ് മാച്ച് ബോക്സ് ടു വിമൻ. ഒരു തീപ്പെട്ടിയെ ഒരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യാണ്, താരതമ്യം ചെയ്യുകയാണ്. കാരണം ഒരു മാച്ച് ബോക്സ് അല്ലേ, മാച്ച് ബോക്സ് നമ്മുടെ വീട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ നിസ്സാരമായിട്ട് വയ്ക്കാം. അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപദ്രവമില്ല. നമുക്ക് വി ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ ദ കിച്ചൺ, ഇൻ അവർ ബെഡ്റൂം, എനിവെയർ ഇൻ അവർ ഹൗസ്. അത് എവിടെ ഇരുന്നാലും ഇറ്റ് വിൽ ബി വെരി കാം ആൻഡ് ക്വയറ്റ് അല്ലേ. അതിനെ കൂടെ നമുക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. അതുപോലെയാണ് സ്ത്രീകളും അല്ലേ, വിമൻ. അതുപോലെയാണ്, ഒരു തീപ്പെട്ടി പോലെയാണ് വിമൻ. കാരണം സ്ത്രീകളെ കൊണ്ട് നമുക്ക് യാതൊരു ഉപദ്രവമില്ല. പക്ഷേ തീപ്പെട്ടിയുടെ ഒരു തീപ്പെട്ടിക്കൊള്ളി അല്ലെ, അതിൽ ഒരു തിരിയെടുത്ത് നമ്മളിങ്ങനെ കത്തിക്കുകയാണെങ്കിൽ ആ ഒരു തിരി കൊണ്ട്, ആ ഒരു ചെറിയ ആ ഒരു തീ കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ഒറ്റ സെക്കൻഡിൽ നമുക്ക് കത്തിക്കാൻ സാധിക്കും അല്ലേ. ഒറ്റ സെക്കൻഡ് മതി. ഇപ്പോൾ കുറേ ഏതെങ്കിലും ഒരു ആളി കത്തുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഒരു തിരി ഒന്ന് അടിച്ചിട്ടാൽ മതി, പെട്ടെന്ന് അതൊരു വലിയ തീയായിട്ട് ആളിക്കത്തും. അതുപോലെയാണ് സ്ത്രീകളും എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ വളരെ പാവമാണ് അല്ലേ, നമ്മളെല്ലാം വളരെ പാവമാണ്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിലെ തീ ആളിക്കത്തി പിന്നെ പല കാര്യങ്ങളിലേക്ക് അത് നയിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലെസണിൽ, അതായത് ഈ സ്റ്റോറിയിൽ, മാച്ച് ബോക്സ് എന്ന ലെസണിൽ ദ റൈറ്റർ Ashapurna Debi കമ്പയേഴ്സ് മാച്ച് ബോക്സ് ടു വിമൻ, സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ അതിന് ആ പറയുന്ന കാര്യത്തിന് ഒരു എക്സാമ്പിൾ വേണോ അല്ലേ. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയെ പോലെയാണ്. തീപ്പെട്ടിയും സ്ത്രീയും ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് മാച്ച് ബോക്സിനെ സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ വേണോ? അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഇതിൽ ഈ റൈറ്റർ ഒരു സ്റ്റോറി പറയുകയാണ് കേട്ടോ. നോക്കിക്കോളൂ.
ആ സ്റ്റോറി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യം നമ്മൾ പഠിച്ചു വയ്ക്കുക. ഈ ലെസൺ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ വിമൻ എംപവർമെൻറ്റുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഒന്ന് നോക്കിക്കോളൂ, എല്ലാവരും ടെക്സ്റ്റ് എടുത്തേക്കുക. പ്ലീസ് ടേൺ ഓവർ പേജ് നമ്പർ 17. ഫസ്റ്റ് read and reflect. There are two ways of spreading light: to be the candle or the mirror that reflects it. There are two ways of spreading light. നമുക്ക് 2 തരത്തിൽ നമുക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ടു ബി ദ കാൻഡിൽ. ആദ്യം നമുക്കൊന്നുകിൽ ഒരു കാൻഡിൽ, ഒരു വിളക്കായി അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയായി നമുക്ക് നിൽക്കാം. ഓർ ദ മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്, അല്ലെങ്കിൽ ഒരു മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ദ ലൈറ്റ്. ഒന്നുകിൽ ഒരു ലൈറ്റായിട്ട് നമുക്ക് ശോഭിക്കാം, അല്ലേ? ടു ബി ദ ലൈറ്റ് ഓർ ദ മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ദ ലൈറ്റ്. അല്ലെങ്കിൽ ഈ ലൈറ്റ് നമ്മളൊരു മിററിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഈ മിറർ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രകാശം നമുക്ക് തെളിയിക്കാം, മറ്റുള്ളവരിലേക്ക് പ്രകാശം നൽകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആരായിരുന്നാലും നമുക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാം. There are two ways of spreading light: to be the candle or the mirror that reflects it. It means the light. Women should choose between being a candle or a mirror. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ബീയിങ് എ വിമൻ, നമുക്കൊരു സ്ത്രീ എന്ന നിലയ്ക്ക്, വുമൺ സ്ത്രീ, വിമൻ സ്ത്രീകൾ, കേട്ടോ? ആ ഒരു സിംഗുലറും പ്ലൂറലും നിങ്ങൾക്ക് തെറ്റരുത്. വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ, വിമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. വിമൻ ഷുഡ് ചൂസ് ബിറ്റ്വീൻ എ കാൻഡിൽ ഓർ എ മിറർ. ഇതിലേത് വേണമെങ്കിലും ഒരു സ്ത്രീക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് വർക്ക് ഫോർ ദെയർ ഓൺ ഇമാൻസിപ്പേഷൻ ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു കം. സ്ത്രീകൾക്ക് വേണമെങ്കിൽ ദേ ക്യാൻ സ്റ്റാൻഡ് for their own emancipation. Emancipation means liberation. അവരുടെ തന്നെ സ്വാതന്ത്ര്യം, അവരുടെ തന്നെ ശാക്തീകരണത്തിന് വേണമെങ്കിൽ സ്ത്രീകൾക്ക് നിൽക്കാം. Or to be to the emancipation or the empowerment of others. മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ ലിബറേറ്റ് ചെയ്യുന്നതിന്, അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നതിന് വേണ്ടിയും സ്ത്രീകൾക്ക് നിൽക്കാം എന്നാണ് ഈ പറയുന്ന ഈ ഒരു ചെറിയൊരു കോട്ട് പോലെ അല്ലെങ്കിൽ ഒരു സെയിങ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. There are two, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പഠിച്ചോളും. There are two ways of spreading light: to be the candle or the mirror that reflects it. ഒന്നുകിൽ ഒരു കാൻഡിൽ, വിളക്കായി നിൽക്കുക, or the mirror that reflects it. Okay. Shall we start the story? Matchbox by Ashapurna Debi. I always compare women to matchboxes. Why? The story or the lesson starts. I always compare women to matchboxes. ഞാൻ എപ്പോഴും സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാണ്. വൈ? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. ബിക്കോസ് ദ വേ ദ മാച്ച് ബോക്സസ് ആർ. ആ മാച്ച് ബോക്സ് എങ്ങനെയാണോ അതുപോലെയാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 lankas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. See? നമുക്ക് ഈ മാച്ച് ബോക്സിനെ എവിടെ വേണമെങ്കിലും വയ്ക്കാം, അല്ലേ? Even though they have enough gunpowder to set 100 lankas aflame. Even though the matchbox have enough gunpowder to set 100 lankas aflame. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ലങ്കകളെ ദഹിപ്പിക്കാൻ, ഒരു തിരി കൊണ്ട് ദഹിപ്പിക്കാനുള്ള കഴിവ് ഈ മാച്ച് ബോക്സിനുണ്ടെങ്കിലും അതെപ്പോഴും വളരെ മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്, വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെയാണ് സ്ത്രീകളും. ദാറ്റ്സ് വൈ ഐ കമ്പയർ മാച്ച് ബോക്സ് ടു വിമൻ. ഓക്കെ, ഈ ലെസൺ ബേസ് ചെയ്ത് ചിലപ്പോൾ ചെറിയൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈ ദ റൈറ്റർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്? വൈ ദ റൈറ്റർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്? എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത്? അപ്പോൾ അതിനൊരു ചെറിയൊരു ആൻസർ ഇതാണ്. ആ പാരഗ്രാഫിൽ നിങ്ങൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചേക്കുക. Even though the matchboxes have enough gunpowder to set 100 lankas aflame, they sit around meek
ആൻഡ് ഇന്നസെൻറ്റ്. മീക്ക് ആൻഡ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട്, നിരപരാധിയായി. മീക്ക് വളരെ ക്വയറ്റായിട്ട്, ശാന്തമായിട്ട്. ഓക്കെ, ശാന്തമായി എന്നുള്ളതാണ് മീക്ക്, വളരെ ക്വയറ്റായിട്ട്. In the kitchen, in the pantry, pantry means in the cooking place, in the bedroom, here, there, anywhere, women are exactly the same. Women are same as matchboxes. You want an example? Do you want an example to this comparison? ഈ കമ്പാരിസന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണോ? Then look carefully. The story starts. Look carefully at that enormous 3-story house in front of us. ഒരു കഥ തുടങ്ങുകയാണ്, ശ്രദ്ധിച്ചോളൂ. Look carefully. That enormous means very big 3-story house in front of us. That is Sunday morning. The washerman has come and is waiting. Look, in front of the 3-storied house, the washerman is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. Look at page number 17. So, there are two important characters, or the main characters of the story, Matchbox, are Ajit and Nomita. Ajit and Nomita are married. The story is about these two couples. ഈ രണ്ട് കപ്പിൾസ് അല്ലെ, ഈ രണ്ട് ദമ്പതിമാരുടെയും കഥയാണ് ഈ സ്റ്റോറി. നോമിത ആൻഡ് അജിത്ത്. See, it was Sunday morning and the washerman is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. അപ്പോൾ ഈ ഡേർട്ടി ക്ലോത്ത്സ് എല്ലാം വാഷർമാനിന് കൊടുക്കുന്നതിന് മുന്നേ നോമിത അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി. അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ നോമിതയ്ക്ക് കിട്ടി. അപ്പോൾ ഇതൊരു വലിയൊരു വെൽത്തി ഫാമിലിയാണ് കേട്ടോ, വെൽത്തി ഫാമിലിയാണ്. വെൽത്തി ഫാമിലി ആയതുകൊണ്ടാണ് അവരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വാഷർമാൻ ഉള്ളത്. നമ്മുടെ വീട്ടിലൊക്കെയാണ് നമ്മൾ തന്നെ കഴുകും അല്ലേ. അപ്പോൾ ഇതൊരു വെൽത്തി ഫാമിലി ആയതുകൊണ്ടാണ് വാഷർമാൻ ഉള്ളത്. അപ്പോൾ ഈ ഡേർട്ടി ക്ലോത്ത്സ് കൊടുക്കുന്നതിന് മുമ്പേ ആ പോക്കറ്റിൽ നോക്കിയപ്പോൾ അതിൽ നിന്നൊരു ലെറ്റർ. എ ട്വിസ്റ്റഡ് crumpled the envelope with its mouth torn and on the envelope Nomita's name. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു കത്ത് കിട്ടി വേറെ ആരുടെയെങ്കിലും ആയിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഇത് നോമിതയ്ക്ക് വന്നൊരു കത്താണ്. ആൻഡ് ഹൗ വാസ് ദ ലെറ്റർ? ഇറ്റ് ഈസ് ട്വിസ്റ്റഡ് അല്ലേ, ചുരുട്ടി മടക്കി. ഇറ്റ് ഈസ് ക്രംപിൾഡ്, അതിനെ ചുരുട്ടിയെടുത്ത്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കവറിനകത്താണ് ഈ ലെറ്റർ എഴുതിയതിട്ടേക്കുന്നത്. With his mouth torn and on the envelope the name is Nomita. A flame goes up deep in all Nomita's nerves and veins. She drops the clothes in her hand and sits on the bed to open the letter. The first thing she looks at is the date. Going by the date, the letter must have come about 3 days earlier. She sat and looked. When did the letter come? എന്നാണ് ഈ ലെറ്റർ വന്നത്. അപ്പോൾ മനസ്സിലായി, the letter have come about, it has come about 3 days earlier. 3 ദിവസത്തിന് മുമ്പ് വന്ന ലെറ്ററാണ്, നോമിതയ്ക്ക് വന്ന ലെറ്ററാണ്. പക്ഷേ നോമിതയ്ക്ക് കിട്ടിയിട്ടില്ല. She turns over the envelope and matches the postmark to the date. That too bears the same witness. പോസ്റ്റ് ഓഫീസിൽ വന്നതും സെയിം ഡേറ്റ്. Yes, the letter came 3 days ago. Ajit has opened it and read it, then crumpled it and twisted it and dropped it into his pocket and left it there. കണ്ടോ, നോമിതയ്ക്ക് വന്ന ലെറ്റർ അജിത്ത് അതിനെ വായിച്ചതിന് ശേഷം അതിനെ ട്വിസ്റ്റ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. Hasn't felt the need to mention it even once to Nomita. എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞുകൂടെ, എന്താ എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന്? The flame that had gone up Dop now burns steadily, hissing, sounding. It's not on each of her mind strings. കണ്ടോ, ആ ഒരു ദേഷ്യം, നോമിതയുടെ ആ ദേഷ്യം അങ്ങനെ ഒരു ഹിസ്സിങ് സൗണ്ട്. ഹിസ്സിങ് മീൻസ് സ്നേക്കൊക്കെ ഉണ്ടാകുന്നൊരു സൗണ്ടാണ് അല്ലേ. ദാറ്റ് മീൻസ് ഭയങ്കര ദേഷ്യത്തിലായി. Because this incident is not a casual oversight, it's deliberate. Ajit has done this deliberately. മനഃപൂർവ്വം ചെയ്തതാണെന്ന് നോമിത വിചാരിച്ചു.
Next page, page number 18. Ajit's nature is exactly like that. Somehow he has gained possession of the key to the letterbox, fishing it through the gaps among the 52 hands of this joint family. Kando? 52 hands of this joint family. That means it's a joint family. ഈ സ്റ്റോറി നടക്കുന്നത് ബംഗാളിലാണ്. കാരണം റൈറ്റർ ആശാപൂർണ ഡെബി. ആശാപൂർണ ഡെബി ഈ സ്റ്റോറി എഴുതിയത് ബംഗാളി ലാംഗ്വേജിലാണ്. പിന്നെ ഇതിനെ ഇംഗ്ലീഷിലേക്ക് മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ. മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ ബംഗാളി ലാംഗ്വേജ്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ പ്രസേൻജിത്ത് Gupta. That is written in about the author that is on page number 22. അപ്പോൾ അവിടെയുണ്ട്, നോക്കിക്കോളൂ. Somehow he has gained the possession of the key to the letter box. ചിലപ്പോൾ അജിത്തിന് അവിടുത്തെ ലെറ്റർ ബോക്സിൻ്റെ കീ കയ്യിലുണ്ടായിരിക്കും. ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദ 52 ഹാൻഡ്സ് ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി. ഇറ്റ്സ് എ ജോയിൻറ്റ് ഫാമിലി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ജോയിൻറ്റ് ഫാമിലി ഇല്ല അല്ലേ. നമ്മളൊക്കെ ഒരു ന്യൂക്ലിയർ ഫാമിലീസാണ്. അപ്പൻ, അമ്മ, മക്കൾ അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ജോയിൻറ്റ് ഫാമിലിയാണ്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ആൾക്കാർ കാണും. പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, പിന്നെ അവരുടെ റിലേറ്റീവ്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ കാണും. സോ ക്യാൻ യു ഗെസ് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദയർ ഇൻ ദിസ് ജോയിൻറ്റ് ഫാമിലി? ദർ ആർ 52 ഹാൻഡ്സ്. 52 ഹാൻഡ്സ് വരണമെങ്കിൽ അവിടെ എത്ര പേരുടെ കൈകളായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഒരു ലെറ്റർ വന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ നമ്മുടെ സ്മാർട്ട് ഫോണും പിന്നെ മെസ്സേജും അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അവിടെ ലെറ്റർ എഴുതുന്ന, അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കാര്യം മറ്റൊരാളെ അറിയിക്കണമെങ്കിൽ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്ത് അത് പോസ്റ്റ്മാൻ കൊണ്ടെത്തിച്ചു, പിന്നെ ലെറ്റർ ബോക്സിൽ കിട്ടി, അങ്ങനെ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ജോയിൻറ്റ് ഫാമിലി ആൾക്കാരൊക്കെ ആ ലെറ്റർ ബോക്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കും, ആർക്കെങ്കിലും ഒരു ലെറ്റർ വന്നിട്ടുണ്ടോ. അങ്ങനെ നോമിതയുടെ ലെറ്ററൊക്കെ കട്ടെടുക്കുന്ന ആളാണ് അജിത്ത്. And whenever there is a letter with Nomita's name on the envelope, he opens and read it first, and only then does he give it to her. It's possible that oftentimes he doesn't give it to her at all. Sometimes Ajit doesn't give the letter to her. At least that's the suspicion that has taken deep root in Nomita's mind. That's the suspicion. Suspicion means ഡൗട്ട്. അതാണ് നോമിതയ്ക്കൊരു സംശയം. എന്തുകൊണ്ട് എനിക്ക് വരുന്ന കത്ത് എനിക്ക് തരുന്നില്ല, എന്തുകൊണ്ട് അജിത്ത് ആ ലെറ്റേഴ്സൊക്കെ പൊട്ടിച്ച് വായിക്കുന്നു. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. ഇത്രയൊക്കെ ആയിട്ടും അജിത്തിന് നോമിതയുടെ പേരിൽ നോമിതയെക്കുറിച്ച് സസ്പീഷ്യസ് ആയിട്ട്, ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ലെറ്ററും കിട്ടിയിട്ടില്ല. Still this ugly habit of his own go. Not with Nomida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. Reproaches means rebukes, വഴക്ക് അല്ലേ. ഇപ്പം നോമിതയുടെ ദേഷ്യം അങ്ങനെ അജിത്ക്ക് തന്നില്ല. If she mentions it, first he tries to laugh it away. And if laughter doesn't get him out of deep water, he scolds her. ഇപ്പോൾ നോമിത ഈ കാര്യം അജിത്തിനോട് പറഞ്ഞാൽ അജിത്ത് ആദ്യം ലാഫ് ഇറ്റ് അവേ, കളിയാക്കി ചിരിക്കും. പിന്നെ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഹീ സ്കോൾസ് ഹർ. അജിത്ത് നോമിതയെ വഴക്ക് പറയും. She sits perfectly still for a minute and reads the letter through. It's nothing much. A letter from Nomita's mother. അപ്പോൾ നോമിത അവിടെ ഇരുന്ന് ലെറ്റർ വായിച്ചു. ആരുടെ ലെറ്ററാ? ഇറ്റ് ഈസ് നത്തിങ് മച്ച്. എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ അല്ലെ, അമ്മയുടെ ലെറ്ററാണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. So what was written in the letter? What was written in the letter by Nomita's mother?
നോമിതയ്ക്ക് വേണ്ടി നോമിതയുടെ അമ്മ എഴുതിയ ലെറ്ററിൽ എന്തായിരുന്നു എഴുതിയിരുന്നത്? ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, അങ്ങനെ നിങ്ങളാണ് നോമിതയുടെ അമ്മയെങ്കിൽ നോമിതയ്ക്ക് ഒരു ലെറ്റർ എഴുതൂ, എന്തായിരിക്കും ആ ലെറ്ററിൽ എഴുതിയിരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതാൻ ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് എഴുതാം? അപ്പോൾ ഈ കാര്യം ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് പോലെയാണ് ഇംഗ്ലീഷിന് വരുന്നത്. പക്ഷേ അതിലെന്തെങ്കിലും നിങ്ങൾ ലെസൺസ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അതിനകത്ത് വരികയുള്ളൂ. അപ്പോൾ ഇത് തന്നെ നമുക്ക് നോമിതയുടെ അമ്മ, നോമിതയ്ക്ക് എന്തും എഴുതാം, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് തരത്തിൽ വേണമെങ്കിലും ആൻസർ ചെയ്യും. പക്ഷേ ഈ കണ്ടൻറ്റ് അറിയാവുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ആൻസർ ശരിയായിരിക്കും. നോക്കി, അപ്പോൾ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്? The news of various hardships and complaints getting worse. ഇപ്പം നോമിതയുടെ അമ്മ വളരെ ഒരു പാവപ്പെട്ട ഒരു വെരി പുവർ ലേഡിയാണ് കേട്ടോ, വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എഴുതിയേക്കുന്നത് നോക്കൂ. Her various hardships and complaints, misfortune upon misfortune. നോമിതയുടെ അമ്മ എഴുതിയേക്കാണ് എല്ലാ കാര്യങ്ങളിലും മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? അൺലക്ക്, അല്ലേ? ഒരു നിർഭാഗ്യകരമായ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. The ceiling of her room is cracked and the rain water falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc., etc. ഓക്കെ, അപ്പോൾ ആ ലെറ്ററിൽ എന്തൊക്കെ എഴുതിയെന്ന് മനസ്സിലായോ? അവരുടെ ദുരിതങ്ങളാണ്, അല്ലേ? അമ്മ വളരെ ഒരു പാവപ്പെട്ട നിലയിൽ തന്നെ ഇപ്പോഴും കഴിയുകയാണ്. പക്ഷേ നോമിത ഒരു 3 സ്റ്റോറീഡ് ബിൽഡിംഗ്, 3 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അവിടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വാഷർമാൻ ഉണ്ട്, അല്ലേ? അപ്പോൾ എന്തുമാത്രം ഒരു വലിയൊരു നിലയിലാണ് നോമിത. പക്ഷേ നോമിതയുടെ അമ്മ ഇപ്പോഴും ആ ഒരു പഴയ ഒരു കുടില് പോലത്തെ ഒരു വീടാണ്. അത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. കണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്? മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ദൗർഭാഗ്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദ സീലിംഗ് ഓഫ് എ റൂം ഈസ് ക്രാക്ക്ഡ്, അല്ലേ? ആ സീലിംഗ് ഒക്കെ ക്രാക്ക് ചെയ്തു, വിള്ളൽ വീണു. ത്രൂ ദീസ് ക്രാക്ക് സീസ്ലെസ് സ്ട്രീംസ്. സീസ്ലെസ് മീൻസ് സ്റ്റോപ്ലെസ്, നിൽക്കാതെ മഴ പെയ്യുമ്പോൾ ഒരു അരുവി പോലെ വെള്ളം ഒഴുകുകയാണ്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, ഇത് പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഷീ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. പിന്നെ ഒരു കാലത്തൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരും, ആ ഒരു റൂഫ് കൊളാപ്സ്ഡായി അതിനുള്ളിൽ ഒരു വിധവയായ ഒരു പാവപ്പെട്ട അമ്മ മരിച്ചുപോയി എന്നൊരു ന്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ her daughter is a queen, അല്ലേ? ഒരു ക്യൂവിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെയാണ് നോമിത ഇപ്പോൾ. her son-in-law high-minded, large-hearted. her son-in-law means അവരുടെ നോമിതയുടെ നോമിതയുടെ അമ്മ പറയുമ്പോൾ അവരുടെ സണ്ണില്ല, ദാറ്റ് മീൻസ് നോമിതാസ് ഹസ്ബൻഡ്. he is high-minded and large-hearted, വിശാല മനസ്കനായ ഒരാളാണ്. therefore etc., etc., the letter continues. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ നോമിതയുടെ അമ്മ നോമിതയ്ക്ക് ഒരു ലെറ്റർ എഴുതിയാൽ എന്തൊക്കെ എഴുതാം? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലോട്ട് എഴുതാം, ഫ്രണ്ട്ലി ലെറ്ററായിട്ട് എഴുതുക. ഇനി പറയുകയാണ് എങ്ങനെയാണ് നോമിതയുടെ അമ്മ. An indigent widow. Indigent means poor. An indigent widow without husband or son. That means she is a widow, അല്ലേ? വിധവയാണ്, ഹസ്ബൻഡ് ഇല്ല, മകനുമില്ല, ആകെ ഒരു മകളേ ഉള്ളൂ, that is നോമിത. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. ഈ നോമിതയെ ഒരു വെൽത്തി ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് തന്നെ നോമിതയുടെ ലുക്സ്. സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ വാസ് നോമിത. നോമിത അങ്ങനെ അത്രയ്ക്കും സുന്ദരിയായൊരു കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെൽത്തി ഫാമിലിയിലേക്ക് അമ്മ നോമിതയെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഓക്കെ, സോ നോമിതയുടെ അമ്മയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റീസാണ് നോമിതയുടെ അമ്മയുടെ കാര്യങ്ങളെക്കുറിച്ച് ആ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് എഴുതാം? ആൻ ഇൻഡിജൻറ്റ് വിഡോ, ദാറ്റ് മീൻസ് എ പുവർ വിഡോ without husband or son.
She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. Only the strength of the look, or only the strength, or only the beauty of Nomida, she was married to a wealthy family. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. And she has been finding such opportunities all along. പക്ഷേ ഇങ്ങനെ ഒരു ഫാമിലിയിലേക്കാണ് നോമിതയെ വിവാഹം കഴിച്ചു കൊടുത്തതുകൊണ്ട് നോമിതയുടെ അമ്മ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി അല്ലെ, സഹായം ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഉള്ളതെല്ലാം നൽകിയാണ് നോമിതയെ അജിത്തിന് വിവാഹം കഴിച്ചു കൊടുത്തത്. പിന്നെ നോമിതയ്ക്ക് അമ്മയെ നോക്കേണ്ട കടമയുണ്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും ആ ഒരു കടമയുണ്ട്. നമ്മുടെ പാരൻസിനെ നോക്കാനൊരു കടമയുണ്ട്. കാരണം നമ്മുടെ പാരൻസ് നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ച് നിങ്ങളെ നല്ലൊരു നിലയിൽ നല്ല ജോലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പിന്നെ നിങ്ങളുടെ പാരൻസ് അവർ ചിലപ്പോൾ ഏത് നിലയിലുള്ളവരായിരുന്നാലും നിങ്ങൾ അവരെ സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് ഈ ലെസണിൽ നിന്നുള്ളൊരു ഒരു മോറൽ സൈഡായിട്ട് നമുക്ക് പറയാം. ഈ ഒരു ലെസൻ്റെ ഒരു ഗുണപാഠം തന്നെയാണത് കേട്ടോ. നമ്മുടെ പാരൻസിനെ നമുക്ക് നോക്കാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively. Derisively means മോക്കിങ്ങിലി, കളിയാക്കി. ഇങ്ങനെ നോമിതയുടെ അമ്മയുടെ ഒരു ലെറ്റർ വരുമ്പോഴേക്കും അജിത്ത് കളിയാക്കി ചിരിക്കും. ആൻഡ് സേസ്, why bother to read it? I will go and fill out a money order form. ഞാൻ ഈ ലെറ്റർ ഒന്നും വായിക്കണ്ട, ഞാൻ പോയൊരു മണി ഓർഡർ ഫോം വാങ്ങി അതിൽ കാശങ്ങ് അയക്കാം. അത് തന്നെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഉള്ളടക്കമെന്ന് അജിത്തിനറിയാം. Nomita's head hangs low with the shame and the insult of it. So, some time ago, out of anger and grief, Nomita forbade her mother from writing to her on postcards. അങ്ങനെ ഈ ലെറ്റർ വായിച്ച് ചിരിക്കുന്നത് കണ്ട് നോമിത അമ്മയോട് പറഞ്ഞു, ഇനി എനിക്ക് പോസ്റ്റ് കാർഡിലൊന്നും ലെറ്റർ എഴുതരുത്. പോസ്റ്റ് കാർഡിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അറിയാലോ, പോസ്റ്റ് കാർഡ് ആർക്ക് വേണമെങ്കിലും ആ പോസ്റ്റ് കാർഡ് ആദ്യം വായിക്കുന്നത് പോസ്റ്റ്മാൻ ആയിരിക്കും അല്ലേ. കാരണം ഒരു കാർഡിൻ്റെ ഒരു സൈഡിലാണ് പോസ്റ്റ് കാർഡിലെ ലെറ്റർ, ഒരു സൈഡിൽ കാര്യം എഴുതും, മറ്റേ സൈഡിൽ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ആദ്യം കിട്ടുന്നത് പോസ്റ്റ്മാൻ വായിച്ചിട്ട് പിന്നെ ആരുടെ കയ്യിലൊക്കെ ഈ ലെറ്റർ മാറിപ്പോവോ ആ ആൾക്കാരെല്ലാം ഈ ലെറ്റർ വായിക്കും. അപ്പോൾ നാണക്കേട് കൊണ്ട് നോമിത അമ്മയോട് പറഞ്ഞു, ഇനി പോസ്റ്റ് കാർഡിൽ എഴുതരുത്, ഒരു എൻവലപ്പിലാക്കി അല്ലെ, ഒരു കവറിനകത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. ഷീ തോട്ട് ദാറ്റ് ഫ്രം then on, and she would try to send her a little money whenever she could pull together in secret. So this was what came of letters in envelopes too. അതുകൊണ്ടാണ് ഇപ്പോൾ നോമിതയ്ക്ക് ലെറ്റേഴ്സ് എൻവലപ്പ് കവറിൽ വരുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 19. Suddenly, Nomita flames into anger at her mother. Why does she keep on begging like this? പെട്ടെന്ന് നോമിതയ്ക്ക് ദേഷ്യം വന്നു. Why does she keep on begging like this? എന്തിനാണ് അമ്മ ഇങ്ങനെ എന്നോട് ബെഗ് ചെയ്യുന്നത്, കാശിന് വേണ്ടി യാചിക്കുന്നത്? Why won't she let Nomita keep her self-respect, her dignity? No, this time she will write and tell her mother clearly, I can't do any more. Don't hope for anything from me. പെട്ടെന്ന് നോമിത വിചാരിച്ചു, ഇനി ഞാൻ അമ്മയ്ക്ക് ലെറ്റർ എഴുതും, ഇനി എന്നോട് ഇങ്ങനെ കാശ് ചോദിക്കരുത്. Right then, Ajit steps into the room after finishing his leisurely Sunday bath. It is സൺഡേ അപ്പോൾ ഫ്രീ ആയതുകൊണ്ട് വളരെ ലെഷേർലി ആയിട്ട് അജിത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ആ സമയം അവിടെ എത്തി. Nomita's sharp indignation at that insult, simmering all this while, seems to want to dash itself violently against him. പെട്ടെന്ന് എല്ലാ ദേഷ്യവും നോമിത അജിത്തിനോട് കാണിക്കുകയാണ്. Nomita rose out. When did this letter arrive? പെട്ടെന്ന് ദേഷ്യത്തോട് നോമിത അജിത്തിനോട് ചോദിച്ചു, When did this letter arrive? അജിത്ത് glances at her obliquely. അപ്പോൾ ഈ നോമിതയുടെ ദേഷ്യം കാരണം അജിത്ത് നോമിതയെ ഒബ്ലീക്ലി മീൻസ് ഇൻഡയറക്ട്ലി ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ എന്താ അല്ലേ നോമിതയുടെ ഭാവം എന്താ. എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ്
error. He has committed an error. അജിത്ത് ഹാസ് കമ്മിറ്റഡ് ആൻ എറർ. അജിത്ത് ഒരു തെറ്റ് കാണിച്ചു അല്ലേ. അപ്പോൾ എന്താണ് എറർ എന്ന് അജിത്തിന് അറിയാം, അതുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. Another handful of cash for this? He had thought and decided not to give the letter to Nomita. He was going to tear it up and throw it away. He has made a big mistake. So what was the mistake done by Ajit? Ajit കാണിച്ച തെറ്റെന്താ? He didn't give the letter to Nomita. അല്ലേ, നോമിതയ്ക്ക് ലെറ്റർ കൊടുത്തില്ല, അതിനെ ട്വിസ്റ്റ് ചെയ്ത് അങ്ങ് കളഞ്ഞു. Not that Ajit is going to feel abashed about that. Abashed means ashamed. അതിനെക്കുറിച്ച് അജിത്തിന് അങ്ങനെ ഒരു കൺസേണും ഇല്ല. As though trying hard to remember, he says, letter? What letter? Oh, yes, indeed. There was a letter from your mother. I just hadn't got around to giving it to you. അല്ലേ, പെട്ടെന്ന് ലെറ്റർ അല്ലേ, ഞാനത് മറന്നുപോയി. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? എന്തുകൊണ്ട് എനിക്ക് തന്നില്ല, പറയൂ. What a nuisance, Ajit says. I had forgotten. Why else? Liar. Nomita hisses like a snake. അപ്പോൾ അജിത്ത് പറഞ്ഞു ഞാനും മറന്നുപോയി. പെട്ടെന്ന് നോമിത ഷി ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്, ഒരു പാമ്പിനെ പോലെ ഹിസ് ചെയ്ത് അങ്ങനെ ചീറി നിൽക്കുകയാണ്. ലയർ, കള്ളം പറയുകയാണ്. Why are you saying whatever comes to your mouth? Don't people forget? No, they don't. Why did you open my letter? എന്തുകൊണ്ട് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തു? This charge Ajit tries to scatter to the winds. What if I opened it? My own wife's letter? ഞാൻ ഈ ലെറ്റർ ഓപ്പൺ ചെയ്താൽ എന്താ കാര്യം? My own wife's letter. Be quiet, I tell you. For what reason should you open my letters? Haven't I told you 1,000 times no to? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്യരുത്. Ajit doesn't fear Nomita's anger. He fears a row. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. Shouldn't I make sure that no one is passing you love letters in secret? കണ്ടോ, അപ്പോൾ അജിത്ത് പറയുകയാണ്, ആരും നിനക്ക് ലവ് ലെറ്റേഴ്സ് പാസ് ചെയ്യുന്നില്ല, സീക്രട്ടായിട്ട് തരുന്നില്ല എന്ന് എനിക്കറിയണ്ടേ, അങ്ങനെ നടക്കുന്നില്ല എന്ന് എനിക്കറിയണ്ടേ. സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അജിത്തിന് ചിരിക്കാനൊന്നും തോന്നിയില്ല. നെക്സ്റ്റ് പേജ് നമ്പർ 20. Now he too picks up the poison knife. ഇവിടെ ഇതൊക്കെ കേട്ടപ്പോൾ അജിത്തും he too picks up the poison knife. What is the poison knife here? Poisoned knife എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കത്തി. Poisoned knife, വിഷമുള്ള കത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പലരുടെയും വിഷമുള്ള കത്തി എന്ന് പറയുന്നത് വാക്കുകൾ അല്ലേ. വിഷമുള്ള കത്തി മീൻസ് വൂണ്ടിങ് വേർഡ്സ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് വൂണ്ടിങ് വേർഡ്സ്. WOUNDING, വൂണ്ടിങ് വേർഡ്സ് ആണ് ഇവിടെ പോയിസൺഡ് നൈഫ് എന്ന് പറയുന്നത്. ഹി ടു പിക്സ് അപ്പ് ദ പോയിസൺ നൈഫ്. ഇത്രയും നേരം കേട്ടിരുന്ന അജിത്ത് തിരിച്ചങ്ങോട്ട് നോമിതയോട് പറയാൻ തുടങ്ങി. വൾഗർ മാൻ മീൻസ് ഒരു വളരെ മോശമായ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ വൾഗർ മാൻ എന്ന് പറഞ്ഞാൽ. Now he too picks up the poison knife. He says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen and so. കണ്ടോ, ഇത്രയും കേട്ടപ്പോൾ അജിത്ത് അങ്ങോട്ട് തിരിച്ചു പറയുകയാണ്. അജിത്ത് അങ്ങോട്ട് നോമിതയെ കുത്തി പറയുകയാണ്. നമ്മൾ പറയില്ലേ ചൊറിയുന്ന വാക്കുകൾ ആണ് വൂണ്ടിങ് വേർഡ്സ്. ദാറ്റ് ഈസ് ദ പോയിസൺഡ് നൈഫ് that used by Ajit. അജിത്ത് എന്താ പറഞ്ഞേ? Is that so? അങ്ങനെയാണോ? Those who whine day and night. Whine means complain. Those who complaining day and night and hold out their palms to their son-in-law. ആരാണ്? നോമിതയുടെ അമ്മയെ കുറിച്ച് പറയുകയാണ് അല്ലേ. സൺ ഇൻ ലോ, മരുമകൻ്റെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നയാൾ.
അല്ലേ? ഹോൾഡ് ഔട്ട് ദെയർ പാംസ് ടു ദെയർ സൺ ഇൻ ലോ. ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. അവരൊരു ഹൈ ക്ലാസ് ആണോ? എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. ഡങ് പിക്കർ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഡങ് എന്ന് പറഞ്ഞാൽ ചാണകം. ഡങ് പിക്കർ അല്ലേ? നോമിതയെ വളരെ മോശമായിട്ട് അജിത്ത് പറയാൻ. ഡങ് പിക്കർ, ചാണകം വാരുന്ന ഒരു സ്ത്രീയുടെ മകൾ എന്ന് പറഞ്ഞാൽ അത്രയും തരം താഴ്ത്തി പറയുകയാണ്. എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ. ഇപ്പോൾ നീ ആരാ? നൗ യു ആർ എ ക്വീൻ. എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ. ആൻഡ് സോ കണ്ടോ? അപ്പം നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല എങ്കിൽ പോലും ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ഈ സ്റ്റോറി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ അജിത്ത് നോമിതയെ കുറ്റപ്പെടുത്തി. ഷട്ടപ്പ് നോമിത യെൽസ്. ഇത്രയും കേട്ടപ്പോഴേക്കും നോമിത ഷട്ടപ്പ്. ദ റൂം ഈസ് ഓൺ ദ 3rd floor. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു ഇറ്റ്സ് എ 3-storied ബിൽഡിംഗ്. ആ 3-storied 3 നിലയുള്ള ബിൽഡിങ്ങിൽ ഇപ്പം നോമിതയും അജിത്തും 3rd floorലാണ്. ദ റൂം ഈസ് ഓൺ ദ 3rd floor. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവ്രി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു ബഹളത്തിൽ തന്നെ എല്ലാവരും ഓടി വന്നേനെ. ഷട്ടപ്പ്. അജിത്ത് റോസ് ഔട്ട്. ഷട്ടപ്പ് എന്നോട് പറയുകയാണോ? വാട്ട് ഷട്ടപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? അജിത്ത് അങ്ങോട്ട് ചോദിക്കുകയാണ്, ക്യാൻ യു ഡു എനിത്തിങ്? എന്നോട് എന്തെങ്കിലും അല്ലേ? ക്യാൻ യു ഡു എനിത്തിങ്? തിരിച്ചങ്ങോട്ട് നോമിത, ഐ കാൺട്ട് ഡു എനിത്തിങ്. ഓൾമോസ്റ്റ് പാൻറ്റിങ്. പാൻറ്റിങ് മീൻസ് നോമിത ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഒന്ന് കിതയ്ക്കുകയാണ്. നോമിത pronounces each word clearly. You want to see if I can do anything? അല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയണോ? അല്ലേ? And immediately she does something that is astonishing. Astonishing എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. She grabs Ajit's matchbox that is lying near his cigarettes on the table and she lights a matchstick and touches it to her saree. പെട്ടെന്ന് ആ മേശപ്പുറത്തിരുന്ന മാച്ച് ബോക്സ് വലിച്ചെടുക്കുന്നു, അല്ലേ? കത്തിക്കുന്നു, തൻ്റെ സാരിയിലേക്കൊന്ന് കൊളുത്തുന്നു. തീ കൊളുത്തി എന്ന് പറയില്ലേ? അപ്പോൾ വീട്ടിൽ സാരിയൊക്കെ കൊടുത്തിരിക്കുന്ന വലിയൊരു വെൽത്തി ലേഡിയാണ്. ഇപ്പോൾ ഒരു വെൽത്തി ലേഡിയെ പോലെയാണ് നോമിത. പെട്ടെന്ന് സാരിയിലേക്ക് ദേഷ്യം കൊണ്ട് സാരിയിലേക്ക് തീ കൊളുത്തി. Instantly it flares up the very fine anchor of a wealthy wife's saree. It flares up. സാരിയല്ലേ, തീ ഒന്ന് ഒരു അറ്റത്ത് കത്തിയാൽ മതി, അതങ്ങ് ആളിക്കത്തും. The very next instant, Ajit, have you gone mad? He says and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. പെട്ടെന്ന് അജിത്ത് ഇങ്ങനെ നോമിത കാണിക്കുമെന്ന് വിചാരിച്ചില്ല, അല്ലേ? നോമിത ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചില്ല. എങ്കിലും ആ ഒരു സ്നേഹമുള്ളൊരു ഹസ്ബൻഡ് പെട്ടെന്ന് ചാടി നോമിതയുടെ ആ അഞ്ചൽ മീൻസ് സാരിയുടെ ആ ഒരു തുമ്പ്, ആ തീ അങ്ങ് പെട്ടെന്ന് തട്ടി അണച്ചു. അപ്പോൾ ഇവിടെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, അല്ലേ? And to tell the truth, now he is a little afraid. അജിത്ത് ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് പേടിച്ചു. He looks fearfully at Nomida's face. Sees a fire burning there, bright, blazing red. പെട്ടെന്ന് അജിത്ത് നോമിതയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ there is a fire burning, bright, blazing red. He doesn't have the courage to put out the fire. Put out, കണ്ടോ? That's a phrasal verb. Put out. Put out means തീ അണയ്ക്കുക. Put out. He doesn't have the courage to put out the fire by slapping it between his hands. So he tries to pour water on it. പെട്ടെന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. With great difficulty he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. ഓഫ്, അല്ലേ? ഇപ്പം അജിത്ത് തന്നെ പറയുകയാണ്, ഒരു സ്ത്രീ ദേഷ്യം വന്ന എന്തൊക്കെ കാണിക്കുന്നു. Who knows what Nomita would have said next? But right then, her niece Rini steps into the room. പെട്ടെന്ന് അതിന് മറുപടിയായിട്ട് നോമിത എന്തായിരിക്കും പറഞ്ഞത്? ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ ബട്ട് റൈറ്റ് ദെൻ ഹെർ നീസ് എന്ന് പറഞ്ഞാൽ
അനന്തിരവൾ എന്ന് പറയും അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളെ നമ്മൾ പറയുന്നതാണ് നീസ്, NIECE, അനന്തിരവൾ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകൾ. എന്നാൽ അത് മകനാണെങ്കിൽ നമ്മൾ എന്ത് വേർഡാണ് യൂസ് ചെയ്യുന്നത്? നീസിന് പകരം നെവ്യൂ, നെവ്യൂ, NEPHEW, നെവ്യൂ. ഓക്കെ, അത് ആണാണെങ്കിൽ സഹോദരൻ്റെയോ സഹോദരിയുടെയോ. ഇപ്പോൾ എൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളെ ഞാൻ നീസ് എന്ന് പറയും. അത് മകനാണെങ്കിൽ നെവ്യൂ, NEPHEW. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ അജിത്തിൻ്റെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ, ഇപ്പോൾ സഹോദരിയുടെ മകൾ ഓടി വന്നു, നീസ്. Her name is Rini, steps into the room. Immediately she says piercingly, "So Kurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that." കണ്ടോ, ഈ സംഭവങ്ങളൊക്കെ നടന്നത് വാഷർമാൻ അവിടെ വെയിറ്റിംഗ് ആണ്. ആ ഡേർട്ടി ക്ലോത്ത്സിന് വേണ്ടി വാഷർമാൻ വെയിറ്റിംഗ് ആണ്. ഡേർട്ടി ക്ലോത്ത്സ് എടുക്കാൻ വന്ന നോമിതയാണ് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ അങ്ങ് ലേറ്റ് ആയത് അല്ലേ. അപ്പോൾ റിനി പറയുകയാണ്, വാഷർമാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഒന്നും ഡ്രസ്സ് ഇല്ലെങ്കിൽ പറഞ്ഞേക്കുക, ഡേർട്ടി ക്ലോത്ത്സ് കൊടുക്കാനില്ലെങ്കിൽ പറഞ്ഞേക്കൂ. For a second or two, Nomita is still perhaps recalling the washerman's face waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. പെട്ടെന്ന് നോമിത ഒന്ന് നോർമലായി അതെല്ലാം ഒന്ന് തുണികളൊക്കെ സോർട്ട് ചെയ്യാണ്. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." ഇതാ ഞാൻ വരുന്നെന്ന് പറഞ്ഞേക്കുക. ഓക്കെ, കുറിമ, കുറിമ എന്ന് പറഞ്ഞാൽ ബംഗാളി വേർഡാണ് കേട്ടോ. ബംഗാളി വേർഡ്സ് ഇതിൽ കുറേ പേര് പറയുന്നുണ്ട്. പേജ് നമ്പർ 22 പേജ് നമ്പർ 22 നോക്കിയാൽ കുറിമ, കുറിമ മീൻസ് ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ്, ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ്. അപ്പോൾ ഇവിടെ റിനിയാണ് വിളിക്കുന്നത് അല്ലേ. റിനിയുടെ ഫാദറിൻ്റെ യങ്ങ അല്ലേ, അച്ഛൻ്റെ ഇളയ സഹോദരനാണ് ഈ അജിത്ത്. ആ അജിത്തിൻ്റെ വൈഫിനെയാണ് കുറീമ എന്ന് വിളിക്കുന്നത്. അതൊരു ബംഗാളി നെയിം. ഓക്കെ, എവിടെയായി? ഓക്കെ, പേജ് നമ്പർ 20 അതിൻ്റെ മിഡിൽ ഭാഗത്തായി. ഇമ്മീഡിയറ്റ്ലി ഓക്കെ, for a second or two, Nomita is still perhaps recalling the washerman's face waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." Nomita speaks her mind so no one attacks her outright. To her face, they only pinch her with sharp words. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, മനസ്സിലായോ? അപ്പോൾ നോമിത ഇങ്ങനെ ഈ ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ വാരിയെടുത്ത് വാഷർമാന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന വഴിയിൽ, അതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ കിച്ചണിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ആ ഫാമിലിയിലെ ഒത്തിരി ആൾക്കാർ നിന്ന് വർക്ക് ചെയ്താലേ അവർക്ക് ഫുഡ് റെഡി ആവുകയുള്ളൂ. അപ്പോൾ സ്വെറ്റ് സ്ട്രീക്ഡ് ഫേസ്, വിയർത്തൊലിക്കുന്ന ആ മുഖത്ത് അടുത്തൊരു ഒരു ബ്രദറിൻ്റെ വൈഫ് അല്ലേ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർ പറയാണ്, "വെൽ ദാറ്റ്സ് സംതിങ്, അറ്റ് ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റെയർസ്." ഓഹ്, ഒന്ന് താഴേക്ക് വന്നല്ലോ. "Baba, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband." കണ്ടോ, അവരൊരു ചൊറിയുന്നൊരു ഒരു വർത്തമാനം പറയുക. എന്താ പറഞ്ഞത്? അല്പസമയം കിട്ടുകയാണെങ്കിൽ ഓടി അങ്ങ് റൂമിലേക്ക് പോവുകയല്ലേ. കണ്ടോ, "You find the smallest excuse to go into your room and get cozy." Cozy means comfortable with your husband. Does the loud talk never get old? അല്ലേ, does the loud talk never get old? നിങ്ങളുടെ ആ ഒരു സ്നേഹ സംഭാഷണം ഇപ്പോഴും പഴകിയിട്ടില്ല അല്ലേ, കൊള്ളാം എന്നാണ് അവരുടേതായ ഒരു ഒപ്പീനിയൻ. നോമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇപ്പം നോമിത എല്ലായിടും ഒന്ന് നോക്കി. ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് നോമിതയ്ക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. Nomita looks around once to get a sense of the atmosphere, sees the hurly-burly of the morning, sees the forest of people on either side. ആ വീടിന് ചുറ്റും
ഒത്തിരി ആൾക്കാരുണ്ട്. ജോയിൻറ്റ് ഫാമിലി എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ വേർഡ്സാണ്. ഹേർലി ബേർലി ഓഫ് ദ സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ് സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഐദർ സൈഡ്. വീടിന് എവിടെ നോക്കിയാലും ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ. ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കാട് പോലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്. ആ വീടിൻ്റെ രാവിലത്തെ ബഹളത്തിൽ, അല്ലേ, ആ കിച്ചണിലെ ബഹളത്തിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. Her voice must not tremble. So she too smiles a small smile and says in an extremely soft voice. ഇത്രയൊക്കെ നടന്നിട്ടും നോമിത വളരെ കൂളായിട്ട് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ഓ, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം. അവിടെ അങ്ങനെയൊന്നുമില്ല, വേണമെങ്കിൽ വന്ന് നോക്കിക്കോളൂ. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്, ഡു യു നോ? നോമിത അങ്ങ് പറയുകയാണ്, അല്ലേ, അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്, ഡു യു നോ? അറിയാവോ അവിടെ നടന്ന എന്താന്ന്? മെജോ വൈഫ് laughs ho ho and says, "Stop it no wife, don't cover up the forbidden fish with your pious spinach." കണ്ടോ? അപ്പോൾ ഞങ്ങൾക്കറിയാം അവിടെ എന്താ നടന്നതെന്ന് ബ്രദറിൻ്റെ വൈഫ് പറയാണ്. മെജോ വൈഫ് മീൻസ് സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്. അജിത്തിൻ്റെ സെക്കൻഡ് ബ്രദർ, അല്ലേ, സെക്കൻഡ് ബ്രദറിൻ്റെ വൈഫാണ്. ഒരു ബ്രദറിൻ്റെ വൈഫ് എന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലേ. സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, മെജോ വൈഫ് വിളിക്കാൻ. മെജോ വൈഫ് ലോവ്സ് ആൻഡ് ഷി സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്. നോ വൈഫ് മീൻസ് ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്. കണ്ടോ, കുറേ ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ കുറേ വേർഡ്സ്, ബംഗാളി വേർഡ്സ്, ഇപ്പോൾ നമ്മുടെ അങ്കിൾ, ആൻറ്റി എന്നൊക്കെ പറയുന്ന പോലെ ആൻറ്റി കുറേ പേരൊക്കെ അല്ലേ, അത് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. Stop it no wife, don't cover up the forbidden fish with your pious spinach. Spinach means ചീര, spinach. Pious spinach എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇഡിയമാറ്റിക് ഫ്രേസാണ്. ഇഡിയമാറ്റിക് ഫ്രേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് മീനിങ് അല്ല, ഒരു ഇന്നർ മീനിങ്ങോട് കൂടെ പറയുകയാണ്. ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ്. ഫോർബിഡൻ ഫിഷ് എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട മീൻ എന്ന് പറഞ്ഞാൽ the fish that allowed to brought inside the kitchen or fish which is not edible എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ലാത്ത ആ ഫിഷിനെ. Don't cover up the forbidden fish with your pious spinach. വളരെ നല്ല ചീര കൊണ്ട് ഈ വേണ്ടാത്ത ആ ഒരു ഫിഷിനെ മൂടി വയ്ക്കല്ലേ, അല്ലേ, എന്ന് പറഞ്ഞാൽ കവർ ചെയ്ത് വയ്ക്കല്ലേ, അതിനെ ഒന്ന് പൂശിയെടുക്കല്ലേ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ബ്രദറിൻ്റെ വൈഫ് വിചാരിച്ചത് അവരിവിടെ വളരെ ലവ് ടോക്കായിരുന്നു. പക്ഷേ നോമിത പറയണം അവിടെ ഒന്നും ലവ് ടോക്കല്ല, അത് ആംഗ്രി ടോക്കായിരുന്നു. അപ്പോൾ ഈ വൈഫ് വിശ്വസിക്കുന്നില്ല. അവർ പറയണം ഞങ്ങളെ ഒന്നും പൂശണ്ട, അല്ലേ, ഞങ്ങൾക്കറിയാം അവിടെ എന്താ ശരിക്കും നടന്നതെന്ന്. സ്പിനച്ച് മീൻസ് ചീരയില്ലേ, നമ്മൾ കറി വയ്ക്കുന്ന ചീര, അതാണ് സ്പിനച്ച്. We haven't been raised on donkey grass. We haven't been raised on donkey grass. അടുത്തൊരു ഫ്രേസാണ് donkey grass. Donkey grass means we are not foolish to believe your story. We know that you are lying. നമ്മളെ കഴുതയാക്കല്ലേ, നമ്മളെ മഠയന്മാരാക്കല്ലേ, നമ്മളെ മണ്ടന്മാരാക്കല്ലേ. ഞങ്ങൾക്കറിയാം അവിടെ എന്താ നടന്നത്, നിങ്ങൾ അവിടെ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അല്ലേ. We haven't been raised on donkey grass. Why do we need to peek in? നമ്മൾ എന്തിനാ വന്ന് അവിടെ നോക്കേണ്ടേ? What you are showing as right in front of our eyes 24 hours a day. ഞങ്ങൾ കാണുന്നില്ലേ? Nomita laughs a laugh that can bring an attractive flush to a white face. After laughing that laugh, she says, "Go on, you say the naughtiest things." അല്ലേ, നോമിത അങ്ങ് ചിരിക്കുകയാണ്, അല്ലേ, നിങ്ങൾ പറഞ്ഞേക്കേ എന്താണെന്ന് ഞങ്ങൾക്കറിയാം സത്യം. The busy borrow wife runs up. അപ്പോഴേക്ക് അടുത്തൊരു ലേഡി വന്നു, ബോറോ വൈഫ്. Who is that borrow wife? Borrow wife is the eldest brother's wife. ആ വീട്ടിലെ എൽഡസ്റ്റ് ബ്രദറിൻ്റെ വൈഫാണ് ബോറോ വൈഫ് എന്ന് വിളിക്കുന്നത്. കാരണം വീട്ടിലെ ഏറ്റവും മൂത്ത ആളായിരിക്കും ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ വലിയ ബിസിയാണ്, ഓടി വന്നു. The busy borrow wife runs up. Have you chopped the vegetables yet? Or are you just telling stories? And suddenly she stops and starts. What's that? What's this unlucky thing? No wife? How did you burn your ankle that way? കണ്ടോ, ഇവിടെ ഒന്നും കാര്യങ്ങളൊന്നും തീർന്നില്ല എന്ന് ബോറോ വൈഫ് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നോമിതയുടെ സാരിയുടെ അഞ്ചൽ, ആ സാരിയുടെ തുമ്പ് കണ്ടത്. എന്ത് പറ്റി, എന്ത് സംഭവിച്ചു?
Nomita too starts, but only for a moment. The next instant she folds the answer back quickly and says, laughing, "Oh, don't remind me. It's exactly what you keep warning me about. I didn't listen and see what happened. I used my uncle to lift a hot pot of water off the stove, and that did it." കണ്ടോ? അപ്പോൾ നോമിതയോട് പറഞ്ഞപ്പോൾ നോമിത സത്യം ആ വഴക്ക് നടന്ന കാര്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ വഴക്ക് നോമിത ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം പറയുകയാണ് എന്തുകൊണ്ട് ഈ സാരിയുടെ അഞ്ചൽ തീ കത്തി എന്ന് പറയുകയാണ്. എന്താ കാര്യം? "ഓ, ഡോണ്ട് റിമൈൻഡ് മീ. ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ അബൌട്ട്." പലപ്പോഴും എന്നോട് വാൺ ചെയ്തിട്ടില്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് കണ്ടോ? "I used my uncle to lift a hot pot of water off the stove." സ്റ്റൗവിൽ നിന്നും ഹോട്ട് വാട്ടർ ഞാൻ ഈ എൻ്റെ സാരി തുമ്പ് കൊണ്ട് ഇങ്ങനെ എടുത്തു, അപ്പോഴേക്കും അതിൽ തീ കത്തി. And that did it. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes. And in her mind, she keeps thinking about how she might be able secretly to send her mother a few rupees. ഒന്നും അറിയാത്തതുപോലെ പൊട്ടാറ്റോസ് എടുത്ത് നോമിത അങ്ങോട്ട് പണി തുടങ്ങി. അപ്പോഴും നോമിതയുടെ മനസ്സിൽ പെട്ടെന്ന് ദേഷ്യത്തിൽ വിചാരിച്ചതാണ്, ഞാനിനി അമ്മയ്ക്ക് ഒരു കാശ് പോലും അയക്കില്ല. പക്ഷേ ഇപ്പോൾ നോമിത മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെ എനിക്ക് സീക്രട്ടായിട്ട് അമ്മയ്ക്ക് കുറച്ച് കാശ് അയക്കാം. കണ്ടോ? ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രട്ട്ലി ടു സെൻഡ് ഹർ മദർ എ ഫ്യൂ റുപ്പീസ്. ഷീ കാൺട്ട് റിയലി റൈറ്റ് ടു ഹർ. "I can't do any more. Don't hope for anything from me." നോമിതയ്ക്ക് അങ്ങനെ അമ്മയ്ക്ക് എഴുതാൻ കഴിയില്ല. ഇപ്പം നോമിതയുടെ മനസ്സ് പറയണേ, എനിക്ക് എൻ്റെ അമ്മയോട് അങ്ങനെ പറയാൻ പറ്റില്ല. Over there, the entire village knows Nomita is a queen. ആ വില്ലേജിലുള്ള എല്ലാവർക്കും അറിയാം നോമിത ആ വീട്ടിലൊരു രാജ്ഞിയെ പോലെ കഴിയുകയാണ്. നോമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്. നോമിതയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വിശാല മനസ്സുള്ള ഒരാളാണ് എന്നാണ് ആ നാട്ടിലുള്ള ആൾക്കാരുടെ ധാരണ. This is precisely why I compare women to matchboxes. കണ്ടോ? ആ സ്റ്റോറി പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് റൈറ്റർ ആശാപൂർണ ഡെബി വീണ്ടും പറയുകയാണ്, "This is precisely why I compare women to matchboxes." അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഞാൻ വിമൻ, സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാം എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ സ്റ്റോറി കണ്ടോ? ഒരു അനുഭവം കണ്ടോ? ഒരു എക്സ്പീരിയൻസ് കണ്ടോ? Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. കണ്ടോ? എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാച്ച് ബോക്സായിട്ട് കമ്പയർ ചെയ്യുന്നത്? മാച്ച് ബോക്സ്, തീപ്പെട്ടിയെ നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. അതങ്ങനെ വളരെ കൂളായിട്ട് അവിടെ ഇരുന്നോളും. നമ്മുടെ ബെഡ്റൂമിൽ വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിനെ ഒന്ന് കത്തിക്കുകയാണെങ്കിൽ അത് ആളിക്കത്തും. അതുപോലെയാണ് സ്ത്രീകളും. അവർ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. അവർ വളരെ ഒരു ശല്യമില്ലാത്ത, അല്ലെ, ഒരു ഉപദ്രവകാരികളും അല്ലാത്തവരാണ് സ്ത്രീകൾ. പക്ഷേ അവർക്കൊന്ന് ദേഷ്യം വന്നാൽ, അവരെ ഒന്ന് ദേഷ്യപ്പെടുത്തിയാൽ പിന്നെ അതൊരു വലിയൊരു തീപ്പൊരിയായി, വലിയൊരു തീയായിട്ട് ആളിക്കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പാരിസൺ, വൈ വിമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സസ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമുക്ക് ആദ്യത്തെ ഈ ലെസൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്കി ആൻസർ ഈ പാരഗ്രാഫാണ് കേട്ടോ. വി ക്യാൻ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ് because even when they have the materials within themselves to set off many raging fires, ആളി കത്തിക്കാവുന്ന ആ ഒരു തീപ്പൊരി അവരിലുണ്ടെങ്കിലും, ആ ഒരു മെറ്റീരിയൽസ് അവരിലുണ്ടെങ്കിലും, they never flare up, അവരങ്ങനെ കത്താറില്ല. and burn away the mask of men's high-mindedness, അല്ലേ, പുരുഷന്മാരുടെ ആ ഒരു അവരുടേതായ ആ ഒരു പ്രൗഢ ഗംഭീരതയെ സ്ത്രീകളാരും നശിപ്പിക്കാറില്ല, അവരാരും മോശപ്പെടുത്താറില്ല. their large heartedness, കണ്ടോ? They never flare up and burn away the mask of men's high-mindedness, their large-heartedness. അവരുടെ വിശാല മനസ്കതയും അവരുടെ വിശാലമായ മനസ്സിനെയും അവരുടെ മാസ്ക്, അല്ലെ, പുരുഷന്മാരുടെ ഒരു മാസ്ക്, മുഖംമൂടി പോലെ അവരിട്ടേക്കാണ്.
അതിനെയൊന്നും സ്ത്രീകൾ നശിപ്പിക്കാറില്ല. ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. അവരുടെ തന്നെ സ്വന്തം കളർഫുൾ ആയിട്ടുള്ള ഷെല്ലിനെയും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ മോശപ്പെടുത്താറില്ല. They won't burn them. The men know this too. They won't burn them. Women won't burn them. സ്ത്രീകൾ മറ്റുള്ളവരെ ആരെയും മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കാറില്ല. The men know this too. പുരുഷന്മാർക്കത് അറിയാം. That's why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അതുകൊണ്ടാണ് ഈ മാച്ച് ബോക്സ് പോലെ സ്ത്രീകളും നമുക്ക് എവിടെ വേണമെങ്കിലും കെയർലെസ് ആയിട്ട് നമുക്കതിനെ സ്കാറ്റർ ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്കതിനെ ഇട്ടേക്കാം. ക്വൈറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. ഒരു പേടിയും വേണ്ട നമുക്ക് മാച്ച് ബോക്സിന്, തീപ്പെട്ടിയെ പോക്കറ്റിൽ ഇട്ടേക്കാം. അത് അവിടെ നിന്ന് തീ കത്തില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ, ഏതെങ്കിലുമായിട്ടൊരു ഉരസലുണ്ടായാൽ തീ ഉണ്ടാകും. പക്ഷേ അതിന് നമുക്ക് വളരെ കൂളായിട്ട് പോക്കറ്റിലും ഇട്ടേക്കാം. അതുപോലെയാണ് സ്ത്രീകളും. അവർ വളരെ കാം ആൻഡ് കൂളാണ്. അവർ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കവരെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസേൻജിത്ത് ഗുപ്ത. ആശാപൂർണ ഡെബി എഴുതിയ ഈ ബംഗാളി സ്റ്റോറിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസേൻജിത്ത് ഗുപ്തയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറി ഇത്രയേ ഉള്ളൂ കണ്ടോ. അപ്പോൾ ഈ ലെസൺ തുടങ്ങുന്നത് ആശാപൂർണ ഡെബി വിമനെ മാച്ച് ബോക്സുമായിട്ട്, സ്ത്രീകളെ നമുക്ക് തീപ്പെട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞത്. ആരുടെ സ്റ്റോറി? നോമിതയുടെയും അജിത്തിൻ്റെയും ഒരു ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ ഒരു സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റോറി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റോറി മനസ്സിലാക്കി വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വരുന്നത് മറ്റൊരു തരത്തിലാണ്, അല്ലേ? നമ്മുടെ ഇപ്പോൾ ഒരു +1 എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് മറ്റൊരു തരത്തിലാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത് ഞാൻ ഓടിച്ച് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, പേജ് നമ്പർ 22. ഈ ലെസണിൽ പഠിക്കേണ്ട എല്ലാ ആൻസേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സുനിതാസ് ഫേവറേറ്റ് വേൾഡിൽ ഈ പറയുന്ന ആൻസേഴ്സ് എല്ലാം നിങ്ങളുടെ സീനിയർ ബാച്ചിന് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഓരോ ദിവസവും, ഇപ്പോൾ ഇനി അടുത്ത ക്ലാസ് വരുന്നത് നെക്സ്റ്റ് മൺഡേ ആണ്. എല്ലാ മൺഡേ at 9 PM ആണ് ക്ലാസ്. അപ്പോൾ ഒരു വീക്കിനകത്ത് നമുക്ക് ഒരു ലെസണിലെ കണക്റ്റഡ് ആൻസേഴ്സ് ഒക്കെ പഠിച്ച് തീർക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ ടൈമുണ്ട്. നിങ്ങളുടെ +2 എക്സാം എന്തായാലും കാണും, ഉറപ്പാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് പഠിക്കാം. ഫോക്കസ് ഏരിയ മിക്കവാറും കാണും, പക്ഷേ അത് ഏകദേശം ലാസ്റ്റേ അവർ പറയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അത് വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ ഏതൊക്കെ ലെസൺസ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാമല്ലോ, ഫോക്കസ് ഏരിയയും അല്ലാത്ത ലെസൺസും പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറിയാവുന്നത് ആൻസർ ചെയ്യാം. ഫോക്കസ് ഏരിയ തന്നെ ആൻസർ ചെയ്യണമെന്നില്ല, ഏത് വേണമെങ്കിലും അറിയാവുന്നത് ആൻസർ ചെയ്യാം. അപ്പോൾ എവറി മൺഡേ 9 PM ആണ് ഞാൻ +2ൻ്റെ ക്ലാസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, പഠിക്കാം. അപ്പോൾ 9 o'clock. അപ്പോൾ ഇന്നലെ നമുക്ക് മറ്റ് പല കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് ഓക്കെ. അപ്പോൾ ഇനി നാളെ മുതൽ നമുക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് മൺഡേക്ക് മുന്നേ ഈ ലെസൺ നന്നായി പഠിക്കുക. നെക്സ്റ്റ് മൺഡേ നെക്സ്റ്റ് ലെസൺ ഹൊറിഗല്ലു. ഓക്കെ, ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിത് അപ്ലോഡ് ചെയ്ത പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ ഈസി ആയിട്ട് എടുക്കാം. സുനിതാസ് ഫേവറേറ്റ് വേൾഡ്, അതിൽ പ്ലേലിസ്റ്റ് ഫോർ +2 സ്റ്റുഡൻസ് എന്നാണ്. +2 സ്റ്റുഡൻസിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ ഈ ആൻസേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മാച്ച് ബോക്സിലെ ഈ ഒരു ലെസണിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഏതൊക്കെയാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് തരാം. അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. എനിവേ, തിങ്ക് ആൻഡ് റൈറ്റ്, പേജ് നമ്പർ 22. തിങ്ക് ആൻഡ് റൈറ്റ്. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നോമിത. കണ്ടോ, സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നോമിത, നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത, അജിത് ആൻഡ് നോമിതാസ് മദർ. അപ്പോൾ കഴിഞ്ഞ +2ൽ ഇത് ഫോക്കസ് ഏരിയ ലെസൺ ആയിരുന്നു. മാച്ച് ബോക്സ് ഒരു ഫോക്കസ് ഏരിയ ലെസൺ ആയിരുന്നു. ആ ലെസണിൽ ആ എക്സാമിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് മാച്ച് ബോക്സിൽ നിന്ന് വന്നു കേട്ടോ. ക്യാരക്ടർ സ്കെച്ചിന് 1-2 എണ്ണം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇപ്രാവശ്യം അത് ഫോക്കസ് ഏരിയ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല. സിമ്പിൾ സ്റ്റോറി ആയതുകൊണ്ട് ചിലപ്പോൾ ഇപ്രാവശ്യത്തെ ഫോക്കസ് ഏരിയയിലും വരാം. എനിവേ ഫോക്കസ് ഏരിയ അല്ലാത്ത ലെസൺസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, 40 മാർക്സ് അഥവാ ഫോക്കസ് ഏരിയ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ടൈപ്പ് ചെയ്തത് എനിക്ക് തോന്നുന്നു അത് ആരുടെയും ഒരു നല്ലൊരു ആൻസറാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് പോയിൻറ്റ്സ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം, പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ക്യാരക്ടർ സ്കെച്ച് അതിലായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 1 റിവ്യൂ. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അതിലെ റിവ്യൂ നമുക്കറിയാമല്ലോ. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ നമ്മളൊരു സമ്മറിയും അതിനെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ, എല്ലാ കാര്യങ്ങളും അതിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റിവ്യൂ. അപ്പോൾ ഈ മാച്ച് ബോക്സിൻ്റെ റിവ്യൂ ചോദിച്ചാലും നമുക്ക് എഴുതാം ആരാ എഴുതിയത് അല്ലേ, എന്താ ഇതിൻ്റെ തീം, എന്തൊക്കെയാണ് ഇതിലെ പോയിൻറ്റ്സ്, മെസ്സേജ് എന്താ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിലൊരു സ്റ്റോറിയുടെ ചില കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ അജിത് ആൻഡ് നോമിത. The story unveils the unhealthy man-woman relationship existing in most Indian families. മിക്കവാറും എല്ലാ ഫാമിലീസിലുമുള്ള അൺഹെൽത്തി മാൻ വുമൺ റിലേഷൻഷിപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളൊരു നല്ലൊരു സ്നേഹബന്ധമല്ല, അവിടെ ഒരു ആംഗ്രി ടോക്കൊക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളാണ്. ദെൻ ഇൻ ദിസ് സ്റ്റോറി ദ റൈറ്റർ കമ്പയർസ് വിമൻ ടു മാച്ച് ബോക്സസ്. മാച്ച് ബോക്സസ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ലൈറ്റ് അപ്പ് എവറിത്തിങ് ഇൻ ടു ഫയർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതുന്നതാണ് റിവ്യൂ. ചോദിച്ചാൽ നിങ്ങൾ എഴുതും. കാരണം ഈ ലെസൺ ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് റിവ്യൂ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചാൽ അതിലെല്ലാ കാര്യങ്ങളും എഴുതിയാൽ മതിയാവും ഇതിൻ്റെ റിവ്യൂ. ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 23 ആക്ടിവിറ്റി 2 പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു പാനൽ ലിസ്റ്റ് കാണും അല്ലേ, കുറേ എക്സ്പേർട്ട്. പാനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ ആ ടോപ്പിക്കിലെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിലൊരു മോഡറേറ്റർ നിന്ന് ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തും. അതാണ് പാനൽ ഡിസ്കഷൻ. അപ്പോൾ അങ്ങനെ ഒരു പാനൽ ഡിസ്കഷൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നടത്തുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ടോപ്പിക് തന്നിട്ടുണ്ട് ആക്ടിവിറ്റി 2, അതിലൊരു മിഡിലായിട്ടുണ്ട് കണ്ടോ. നൗ കണ്ടക്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുകയാണ്. പാനൽ ഡിസ്കഷൻ. ദ വേർഡ് പാനൽ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്. The discussion held among these expert members in front of an audience could be called a panel discussion. It helps to clarify the difficult aspects of a topic in a systematic and objective manner. There are 3 sets of participants in a panel discussion. They are panelist, moderator and audience. അപ്പോൾ ഒരു പാനൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു മോഡറേറ്റർ ആയിട്ട് ഒരാൾ കാണും, പിന്നെ കുറേ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കാണും, ദാറ്റ് ഈസ് പാനലിസ്റ്റ്, പിന്നെ ഓഡിയൻസ് കാണും അല്ലേ. അപ്പോൾ 3 സെറ്റ് ആൾക്കാർ കാണും. Now conduct a panel discussion on the topic Indian women finding a space in the socio-cultural milieu. കണ്ടോ, ടോപ്പിക് മനസ്സിലായോ? Indian women finding a space in the socio-cultural milieu. Socio-cultural milieu means environment. ഈ ഒരു socio-cultural environmentൽ സ്ത്രീകൾ അവർക്കൊരു സ്ഥാനമുണ്ട്, അതിനെക്കുറിച്ചാണ് ഡിസ്കഷൻ. അപ്പോൾ ചിലർ പറയും അല്ല സ്ത്രീകൾക്ക് ഒരു സ്ഥാനമില്ല. അപ്പോൾ ഇവിടെ വിമൻ എംപവർമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. സ്ത്രീകൾ എംപവേർഡ് ആണോ, അവർക്കൊരു സ്ഥാനമുണ്ടോ? അപ്പോൾ കുറേ പേര് പറയും ആണ്, അല്ല. അതൊരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ് പോലെയൊക്കെ വരാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനൽ ഡിസ്കഷൻ നടത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയാം പാനൽ ഡിസ്കഷന് വേണ്ട കുറേ പോയിൻറ്റ്സ്. അതുപോലെ തന്നെയാണ് ഡിബേറ്റിൻ്റെതും വരുന്നത് അല്ലേ. അപ്പോൾ കുറേ പോയിൻറ്റ്സ് ഇവിടെ ഇങ്ങ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റാണ്. നോക്കി ആ പേജിൻ്റെ ലാസ്റ്റ്, പേജ് നമ്പർ 23 ലാസ്റ്റ്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് വെൽക്കമിങ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. ഇങ്ങനെ ഒരു പാനൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ആ പാനലിസ്റ്റ്, ആ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ നിങ്ങളെ വെൽക്കം ചെയ്യാൻ അല്ലേ,
ആ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ വെൽക്കം ചെയ്യാൻ നിങ്ങൾക്കൊരു ഡ്യൂട്ടി തന്നാൽ, ഹൗ വിൽ യു വെൽക്കം ദ പാനലിസ്റ്റ്? പ്രിപ്പയർ ദ വെൽക്കം സ്പീച്ച്. എങ്ങനെ നമുക്ക് ഈ പാനൽ ലിസ്റ്റായിട്ടിരിക്കുന്ന എക്സ്പേർട്ടായിട്ടിരിക്കുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യാം? ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. അവരെ വെൽക്കം ചെയ്യണം. ദെൻ ഇൻട്രൊഡ്യൂസ് ദ എക്സ്പേർട്സ് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിന് ഈ എക്സ്പേർട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇത് ആരൊക്കെയാണ് ഓരോരുത്തർ ആരൊക്കെയാണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽക്കമിങ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് പഠിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം, സുനിതാസ് ഫേവറേറ്റ് വേൾഡ് വെൽക്കമിങ് ദ പാനലിസ്റ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ആ ആൻസർ കിട്ടും. അതുപോലെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത, സുനിതാസ് ഫേവറേറ്റ് വേൾഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കിട്ടും കേട്ടോ. പലരും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ഞാനത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ വീഡിയോ ആയി അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് തന്നേക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ ഞാൻ ഷെയർ ചെയ്യാം. The next question, page number 24, blurb writing. Blurb writing. Blurb writing, അതിന് തൊട്ട് മുന്നേ തന്നെ പാനൽ ഡിസ്കഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് നോക്കിക്കോളൂ. ആഫ്റ്റർ ദ പാനൽ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്കഷൻ, ദ മോഡറേറ്റർ synthesizes and summarizes the key points. Prepare the script of a speech summarizing the panel discussion. പാനൽ ഡിസ്കഷനെ സമ്മറൈസ് ചെയ്യുക പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് സമ്മറൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട് കണ്ടോ. ലെറ്റ്സ് റിവ്യൂ വാട്ട് വി ഹാവ് ഡിസ്കസ് ടുഡേ. ഇറ്റ് ഹാസ് ബീൻ ഗ്രേറ്റ്ലി ഡിസ്കസിങ് ഓൺ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം ഇങ്ങനെ, ഓൺ ദ ഹോൾ ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ വെഞ്ചർ. കണ്ടോ, ഓൺ ദ ഹോൾ ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ വെഞ്ചർ. അത് നമുക്ക് എഴുതാം. അപ്പോൾ ഹിൻസും തന്നിട്ടുണ്ട്. പോയിൻറ്റ്സ് റേസ്ഡ് ബൈ ദ പാനലിസ്റ്റ്. ഈ പാനൽ ഡിസ്കഷനിൽ പാനലിസ്റ്റ് അവർ പറഞ്ഞ പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, ദ റിലവൻസ്, അവർ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ റിലവൻസ്, പ്രാധാന്യം എന്തായിരുന്നു. ദെൻ ഔട്ട് ഓഫ് താങ്ക്സ് ടു ദ പാനലിസ്റ്റ്. ലാസ്റ്റ് നമുക്ക് പാനലിസ്റ്റുകാർക്ക് ഔട്ട് ഓഫ് താങ്ക്സും പറയാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 3, ബ്ലർബ് റൈറ്റിംഗ്. ബ്ലർബ് റൈറ്റിംഗ്, ബ്ലർബ് മീൻസ് എ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഈസ് റിട്ടൺ ഓൺ ദ ബാക്ക് കവർ ഓഫ് എ ടെക്സ്റ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ബുക്കിൻ്റെ പേജിൻ്റെ ലാസ്റ്റ് കവർ പേജിൽ ഈ ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയേക്കും. അപ്പോൾ പല ആൾക്കാരും നമ്മൾ ബുക്ക് സ്റ്റോളിൽ ചെന്ന് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ലാസ്റ്റ് പേജൊക്കെ ഒന്ന് വായിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് കുറേ ഹിൻസ് കിട്ടും. ഈ ടെക്സ്റ്റ് എന്താണ്, എന്തിനെക്കുറിച്ചാണ്, ഇതിലെന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഇൻട്രസ്റ്റിംഗ് ആണോ. പിന്നെ ചില ടെക്സ്റ്റിലൊക്കെ നമുക്കറിയാമല്ലോ, അതിൻ്റെ ആ ഒരു കവർ പേജിലെ പിക്ചർ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ട് ആൾക്കാർ വായിക്കുന്നതിന് വേണ്ടി എടുക്കും അല്ലേ. അല്ലാതെ ആ പിക്ചർ അല്ലാതെ എഴുതിയേക്കുന്നതിനാണ് നമ്മൾ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക് കവറിൽ എഴുതിയേക്കുന്നതാണ് ബ്ലർബ് റൈറ്റിംഗ്. അപ്പോൾ ബ്ലർബ് റൈറ്റിംഗ് എങ്ങനെയാണ് എഴുതുന്നത് കണ്ടോ, ഒരു ബുക്കിൻ്റെ ബാക്ക് പേജിൽ. അപ്പോൾ ബ്ലർബ് റൈറ്റിങ്ങിൻ്റെ വളരെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റിനകത്താണ് ഒരു വീഡിയോ ഞാൻ ചെയ്തത്, ബ്ലർബ് റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം, സുനിതാസ് ഫേവറേറ്റ് വേർഡ് ബ്ലർബ് റൈറ്റിംഗ്. അങ്ങനെ ആ വീഡിയോ എടുത്ത് നിങ്ങൾ പഠിക്കുക ബ്ലർബ് റൈറ്റിംഗ് എങ്ങനെയാണ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ബ്ലർബ് റൈറ്റിംഗ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്, ഒരു 4 മാർക്സിനാണ് ബ്ലർബ് റൈറ്റിംഗ് ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. ഏത് ലെസനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റിനെ കുറിച്ചാണോ ബ്ലർബ് റൈറ്റിംഗ് ചോദിക്കുന്നത് അതിനൊരു ടൈറ്റിൽ കൊടുക്കുക, പിന്നെ അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാമെങ്കിൽ അത് ലാസ്റ്റ് എഴുതുക. ഓക്കെ, ദാറ്റ് ഈസ് ബ്ലർബ് റൈറ്റിംഗ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ വീഡിയോ തരാം. ദാറ്റ്സ് ഓൾ അബൌട്ട് മാച്ച് ബോക്സ് ബൈ ആശാപൂർണ ഡെബി. ഓക്കെ, അപ്പോൾ ഈ മാച്ച് ബോക്സിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴേക്കും മാച്ച് ബോക്സ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ലെസൺ ദാറ്റ് ഈസ് ഹർഗലു ബൈ സുധാ മൂർത്തി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുവിധമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ടെക്സ്റ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് വീണ്ടും വീണ്ടും വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. സിമ്പിൾ സ്റ്റോറി അല്ലേ, ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇനി നിങ്ങൾ 1-2 പ്രാവശ്യം കൂടെ വായിക്കുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും വീഡിയോസായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വാല്യൂഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ആ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. വാല്യൂഷനെ കുറിച്ച് വരുന്ന വീഡിയോസിൻ്റെ കമൻസൊക്കെ ഞാൻ നോക്കുന്നുണ്ട് നിങ്ങളിടുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ തരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.